സ്വപ്നത്തിലൂടെ വരുന്നത് സ്വീകരിക്കാൻ പറ്റുമെന്ന് മൂപ്പരനെ പറയട്ടെ. ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അപ്പോ ഇത് ഉലമാക്കളുടെയും ഔലിയാക്കളുടെ ഒക്കെ കാര്യമാണ്. റസൂലുള്ളാഹിയുടെ സ്വപ്നമല്ല എന്നാണ് പറയാനുള്ള മറുപടി. നിങ്ങൾക്കുള്ള മറുപടി അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താ? സ്വഹീഹായ ഹദീസിനും കിതാബിനെതിരെ ഒരു സ്വപ്നവും സ്വീകാര്യമല്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇനിയും ധാരാളം കാര്യങ്ങൾ എണ്ണാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത്തരം വിഷയങ്ങൾ, നമ്മുടെ അടുത്ത് നല്ല ഫോണുകളുണ്ട്, വാട്സാപ്പ് ഉണ്ട്, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ആളുകൾ വിഷയം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ശരിയായ വഴിയിലേക്കുള്ള യാത്ര അതിശക്തമായി നടക്കും.